ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കഴിഞ്ഞ് വോട്ടെടുപ്പിന് സജ്ജമാണ് പോളിംഗ് ബൂത്തുകൾ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ, കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ്, പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന എന്നിവർ ചേരുന്നു. ആദ്യം ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, അവിടെ പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജമായിട്ടുണ്ടോ? കോഴിക്കോട്ട് പ്രത്യേകിച്ച് ശ്രദ്ധയാകർഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, എന്തായാലും ഈ ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബൂത്തായിട്ടുള്ള കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. കുറ്റിച്ചിറയിൽ നമുക്കറിയാം, അതായത് യൂത്ത് ലീഗിന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDF കരുത്തയായ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്ന ഇടം എന്ന രീതിയിൽ വലിയ ശ്രദ്ധ ഇതിനോടകം തന്നെ പിടിച്ചു പറ്റിയിട്ടുള്ള ഇടമാണ് കുറ്റിച്ചിറ വാർഡ്. അതുകൊണ്ട് തന്നെ കുറ്റിച്ചിറ വാർഡിലാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഈ പോളിംഗ് ബൂത്തിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓരോ ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ എല്ലാ തരത്തിലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി നാളെ വോട്ടെടുപ്പ്, അതായത് ആദ്യ മോക്ക് പോളിംഗ് ആരംഭിക്കുക 6 മണിയോട് കൂടിയിട്ടായിരിക്കും. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ഇവരൊക്കെ സാധന സാമഗ്രികളും ഒക്കെയായി ഇവിടെ സ്കൂളുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവരുമായൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണോ? ഇവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് 4 ബൂത്തുകളാണ്. ബൂത്തുകളിൽ ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര മോക്ക് പോളിംഗ് എത്ര മണിയോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പോളിംഗ് 7 മണിയാകുമ്പോൾ പോളിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് മോക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടെ ഇപ്പം എല്ലാം സജ്ജമാണ്. എല്ലാ രീതിയിലും എത്ര മണിയോട് കൂടി എത്തി ഇവിടെ? ഞങ്ങളൊരു 12 മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജ, വേറെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല? ഇല്ല, നിലവിൽ ഏതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പം അങ്ങനെയാണ്. നിലവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ഒക്കെ ഓരോ പാർട്ടിയുടെയും CPM സ്ഥാനാർത്ഥിയുടെയൊക്കെ ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെ പേരും ലിസ്റ്റും ഒക്കെ ഇവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതിൽ UDF ഇത്തവണ അധികാരത്തിലേറുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ CPM ആണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നില മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുന്ന വോട്ടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ BJP പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ഇവിടുത്തെ ജയപരാജയങ്ങൾ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ തവണ ഏകദേശം 22-23 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ് BJP. അപ്പോൾ ആ BJP പിടിക്കുന്ന വോട്ടുകൾ അത്രയും ഏത് മുന്നണിയുടേതാണ് എന്നുള്ളത് ഏവരും ആകാംക്ഷയോടെ നോക്കി കാണുകയാണ്. എന്തായാലും കടുത്ത മത്സരമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുക. ഒപ്പം തന്നെ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ തന്നെ നടക്കുക. എന്തായാലും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, കണ്ണൂരിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് കരുതുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് കണ്ണൂർ. ഒന്ന്, കണ്ണൂർ കോർപ്പറേഷൻ എന്നത് മാത്രമല്ല, LDF നിരവധി സീറ്റുകളിൽ, പ്രത്യേകിച്ച് ആന്തൂരിൽ, മലപ്പട്ടം, കണ്ണപുരം ഈ പഞ്ചായത്തുകളിലൊക്കെ
എതിരില്ലാത്ത ജയം നേരത്തെ പല വാർഡുകളിലും LDF പ്രത്യേകിച്ച് CPIM നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിന് പ്രത്യേക സവിശേഷത കൂടിയുണ്ട്. എങ്ങനെയാണ് കണ്ണൂരിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പറയുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്? ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. അത് ഇത്തരത്തിൽ ഏകപക്ഷീയമായ വിജയങ്ങൾ, എതിരില്ലാത്ത വിജയങ്ങൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ചില കശപിശകൾ, അതിനുശേഷം ഉണ്ടാകുന്ന സംഘർഷം എന്ന് തന്നെ പറയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അതൊക്കെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് നേതാക്കളുടെ ബാഹുല്യമുള്ള സ്ഥലമൊക്കെയാണ് കണ്ണൂർ ജില്ല. അപ്പോൾ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെയും പൂർത്തിയാവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ 47 സൗത്ത് ബസാർ കോർപ്പറേഷനിലെ 47-ാം സൗത്ത് ബസാർ ഡിവിഷനിലെ 1-ാം ബൂത്തിലാണ്. ഇത് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഒരു ബൂത്തുണ്ട്. ഇവിടെ തന്നെ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലായി മറ്റൊരു ബൂത്ത് കൂടിയുണ്ട്. 3 സ്ഥാനാർത്ഥികളുടെ പേരും വിവരങ്ങളും മറ്റുമൊക്കെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. അങ്ങനെ UDF-ഉം LDF-ഉം NDA-യും പ്രതീക്ഷ വെക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ബൂത്ത്, തുടക്ക ബൂത്ത് കൂടിയാണിത്. രാവിലെ തന്നെ ഇവിടെ ഓഫീസർമാരൊക്കെ രാവിലെ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു പോളിംഗ് സാമഗ്രികളൊക്കെയും കൈപ്പറ്റേണ്ട സ്ഥലം. അവിടെ നിന്ന് അവർ അത് കൈപ്പറ്റി തിരികെ വന്നു. ബൂത്തൊക്കെയും സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഏതാണ്ടൊക്കെ പ്രാഥമിക പണികളൊക്കെ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ എത്ര ഒരുക്കിയാലും അങ്ങ് ഒരുക്കം തീരാത്തൊരു പ്രക്രിയ കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഈ ഒരു മുന്നൊരുക്കം. കാരണം ഒരു അണുവിട എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഘട്ടത്തിൽ കൃത്യമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുമുണ്ട്. എന്തായാലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ വരുന്നു. മുന്നണികൾ അവസാനവട്ട വോട്ടുറപ്പിക്കലും സ്ലിപ്പ് വിതരണവും ഒക്കെ ആയി പോവുകയാണ്. ഏതെങ്കിലുമൊക്കെ സ്ലിപ്പുകൾ ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെയും വീടുകളിൽ എത്തിക്കുന്ന ഒരു തിരക്കിലാണ് പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒപ്പം തന്നെ ചില സ്ഥാനാർത്ഥികളും. ചില പോക്കറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് രാത്രികളിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ, അവസാനവട്ട വോട്ട് തിരിക്കലുകൾ, ഏതെങ്കിലും തരത്തിൽ അനുകൂലമാക്കി എടുക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി പയറ്റിയെടുത്തുകൊണ്ട് തങ്ങളുടെ ഭാഗത്തേക്ക് കൂടുതൽ വോട്ടുകൾ ചേർക്കുന്ന സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥികളെയും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളെയും സംബന്ധിച്ച്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ 1025 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ആ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഒരു വലിയ സന്നാഹം, റൂട്ട് മാർച്ചൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള വെബ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ എന്തിനധികം പറയണം, ഈ ബൂത്ത് ഏജന്റുമാർ, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് പോലും സുരക്ഷ നൽകണമെന്ന് കോടതി വിധിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസും നീങ്ങുകയാണ്. പ്രത്യേകമായി ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ശ്രദ്ധ പതിയുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ. അപ്പോൾ എന്തായാലും കേരളത്തിന്റെ പകുതി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വിധി എഴുതുന്നതിനായി. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 7 ജില്ലകളിലും പൂർത്തിയാക്കി കഴിഞ്ഞു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നാളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വിധിയെഴുത്ത് നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസും പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംനയുമാണ്. ഷംന പാലക്കാട്ട് വിവരങ്ങൾ നൽകാൻ ലൈനിലുണ്ട്. ഷംന, എന്തൊക്കെയാണ് പാലക്കാട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കാൻ, UDF-ന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയതൊക്കെ വിവാദമായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനും സാക്ഷ്യം വഹിച്ചിരുന്നു. അങ്ങനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം ആകെ ഒരു കൂലങ്കഷമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ നാളെ? ദിലീപ് കുമാർ, ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. നിരവധി രാഷ്ട്രീയ ചർച്ചകൾ, ചൂടേറിയ ചില രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്. എന്തായാലും പ്രധാനമായി UDF-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്ന ചില ആരോപണങ്ങൾ, അതേ തുടർന്നുണ്ടായ കേസുകൾ തന്നെയാണ്. UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായാണ് MLA വോട്ട് പ്രചാരണത്തിനൊക്കെ വേണ്ടി വോട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങിയത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ DCC നേതൃത്വമൊക്കെ പറഞ്ഞിരുന്നത് അതൊരു വെല്ലുവിളി ആകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ
എങ്കിൽ കൂടി അതൊരു തലവേദനയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഈ കോടതി ജാമ്യം നൽകിയതോടുകൂടി രാഹുൽ നാളെ തിരിച്ചെത്താനാണ് സാധ്യത. ഏകദേശം 13 ദിവസത്തോളമായി MLA ഒളിവിലാണ്. MLA നാളെ തിരിച്ചെത്തുമെന്ന ചില സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാത്രവുമല്ല, നാളെ 24ാമത്തെ വാർഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ടുള്ളത്. അത് ഉച്ചയോടുകൂടി തന്നെ MLA തിരിച്ചെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച്, കാരണം പാലക്കാട്ടെ നഗരസഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം BJP കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഒരു നഗരസഭ എന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ചയാണ് BJP ഇത്തവണ മുൻകൂട്ടി കാണുന്നത്. പക്ഷേ ആ സമയം തന്നെ BJPക്കുള്ളിലെ വിഭാഗീയതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും പാലക്കാട് ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 24,33,390 വോട്ടർമാരാണ് നാളെ ജനവിധി രേഖപ്പെടുത്താൻ എത്തുന്നത്. 6000-ലധികം സ്ഥാനാർത്ഥികൾ ഉണ്ട് പാലക്കാട് ജില്ലയിൽ ഉടനീളം. അതിൽ തന്നെ നഗരസഭയിൽ മാത്രം പാലക്കാട് 7 നഗരസഭകളിലായി 700-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തിയായി എന്ന് തന്നെ പറയാം. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ സാമഗ്രികളൊക്കെ വിതരണം ചെയ്തത്. എന്തായാലും നാളെ ജനവിധി തേടുന്ന 6000-ലധികം സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുകയാണ്. 7 ജില്ലകളിൽ, അത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നാളെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജനവിധി. വിവരങ്ങൾ 24ന്റെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്നാണ് നൽകിയത്. ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ പല കാര്യങ്ങളും പല പ്രേക്ഷകരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, ആരെല്ലാം വീഴും ആരെല്ലാം വാഴുമെന്ന് 13-ാം തീയതി അറിയാം. 13-ാം തീയതി രാവിലെ 5 മണിക്ക് 24ന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംപ്രേഷണം ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ലീഡുനില, ഇതെല്ലാം ഓരോ വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലവും അതോടൊപ്പം തന്നെ ലീഡുനിലയും ഒക്കെ സമഗ്രമായി 24ന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ SKNന്റെ നേതൃത്വത്തിലുള്ള SKN, ഹാഷ്മി, വിജയകുമാർ തുടങ്ങിയവരൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലീഡ് നിലയും ഫലവുമൊക്കെ പ്രേക്ഷകരെ തത്സമയം അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കും. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നുണ്ട്, വാഗ്ദാനങ്ങൾ പൂത്തുലയുന്നത് തെരഞ്ഞെടുപ്പ് മാസത്തിലാണ്. വോട്ട് വാങ്ങിയതിന് ശേഷം ആ പൂക്കൾക്ക് വെള്ളം ആരും ഒഴുക്കില്ല. വാഗ്ദാനം ചെയ്തവർക്ക് ഓർമ്മ നഷ്ടപ്പെടും. ചികിത്സ നൽകാൻ ആശുപത്രികളും ഉണ്ടാകില്ല എന്ന കാര്യം. ഏതായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കാം. ജനപ്രതിനിധികളൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഈ ജനപ്രതിനിധികൾ ഏർപ്പെടും. അവർ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷകൾ മാത്രമാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവശേഷിക്കുക എന്നതാണ് ജനങ്ങളെ കൊണ്ട് ഈ നിലയിൽ പ്രതികരണങ്ങൾ നടത്തുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ തിരിച്ചറിയുക, അതിനൊരു പൊളിച്ചെഴുത്ത് നടത്തുക. അത്തരമൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും പത്തനംതിട്ട ആവണിപ്പാറ ഉന്നതിയിലെ ആദിവാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അച്ചൻകോവിലാറിന് കുറുകെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉന്നതിയിലെ ആളുകളുടെ ആവശ്യത്തോട് മുഖം തിരിക്കുന്നു എന്നാണ് ആവണിപ്പാറക്കാരുടെ പരാതി. വോട്ടു തേടിയെത്തുന്ന ജനപ്രതിനിധികൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നും നാട്ടുകാർ പറയുന്നു. 6 പുറമെ വടം കെട്ടി വെള്ളത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് 500ഓളം വരുന്ന ആളുകൾ മറുകരയിൽ എത്തുന്നത്. മഞ്ഞ്, മല, പുഴ, പച്ചപ്പ്, ഹരിതാഭ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷവും നമുക്ക് ഒരു കൗതുകവും ഒക്കെ തോന്നും. പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് പുറം ലോകം കാണുന്ന യാഥാർത്ഥ്യവുമായിട്ട് ഒരുപാട് അന്തരമുണ്ട്. അവരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പുറത്ത് കാണുന്ന പോലെ അത്ര സുന്ദരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയല്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ മലയോര ഗ്രാമമായിട്ടുള്ള ആവണിപ്പാറ എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയാണ്. ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാലം നൽകാമെന്ന് പറയുന്നതല്ലാതെ അതിലേക്ക് എത്താനുള്ള ഒരു നടപടിയും ഇതുവരെയും ആരും സ്വീകരിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്കടക്കം നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ അത് ഈ കടത്ത് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ വള്ളം വേണം. വള്ളം പോകണമെങ്കിൽ ഇവിടെ വള്ളത്തിന് പോകാനുള്ള ഒരു പാത വേണം. അവിടെ ഈ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വള്ളം പോകില്ല.
അപ്പോൾ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികളടക്കം നേരിടുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഒരു പാലമില്ല. സ്കൂളിൽ പോകണമെങ്കിലും ബസ്സിൽ കയറി വേണം പോകാം. അപ്പം അക്കരെ പോകണമെങ്കിൽ ആ വെള്ളത്തിലാണ് പോകുന്നത്. അപ്പോൾ പാലം ഇല്ലാതെ പോകാൻ കുറച്ച് പാടാണ്. വെള്ളം കൂടിയ പാടാ പോകാൻ. അതുകൊണ്ട് പാലം വേണമെന്ന് പറഞ്ഞാൽ പാലം ഇതുവരെ വന്നിട്ടില്ല. കുറേ നാൾ കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല ഇതുവരെ. പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് ഇവിടെ ശേഖരൻ ചേട്ടൻ, കടത്തുകാരനാണ് അല്ലേ? അപ്പോൾ എന്താണ് അവസ്ഥ ചേട്ടാ? ഇത് എത്ര കാലമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറയും പിന്നെ പാലം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും, പിന്നെ വരുന്നില്ല, പിന്നെ ചെയ്യുന്നില്ല. ഈ വർഷം പറഞ്ഞ് പാലത്തിൻ്റെ ഒക്കെ പറഞ്ഞായിരുന്നു, ഈ വർഷം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയക്കാരും എന്തോ എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വികസനം എന്നാണ് ഇതുവരെ, അതായത് കുടിവെള്ളമില്ല, പാലം എല്ലാവരും ഓഫർ പറയും വോട്ടിന് വേണ്ടി മാത്രം. എന്നാൽ അത് കഴിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കത്തില്ല, ഈ പ്രദേശത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇത് ഒറ്റപ്പെട്ടൊരു മേഖലയാണ്. 48 കുടുംബങ്ങൾ താമസിക്കുന്നൊരു വിദ്യാർത്ഥികളും അവരുടെ കുടുംബം താമസിക്കുന്നൊരു മേഖലയായതുകൊണ്ട് തികച്ചും ഒരു രാഷ്ട്രീയക്കാരും വാഗ്ദാനങ്ങൾ മാത്രമേ ഇവിടെ നൽകുന്നുള്ളൂ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുകയാണ്. അതിനു മുമ്പെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇടപെടൽ ജനപ്രതിനിധികൾ നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ നാട്ടുകാർ ഇപ്പോഴും അവരോട് അഭ്യർത്ഥിക്കുന്നത്. പത്തനംതിട്ട ആവണിപ്പാറയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനും അഭിലാഷിനുമൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി കമൻറ്റുകളാണ് 24ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുന്നത്. വനജ PR പറയുന്നു, ജനസേവകരായി ഇറങ്ങുന്നവർ കൃത്യമായി അവരെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ നാട് നന്നാവില്ലേ, സ്വപ്നം കാണാം അല്ലേ എന്ന കാര്യമാണ്. ആതിര മുക്കം, ഇവർ എങ്ങനെ മഴക്കാലത്ത് പുറത്തു പോകും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ ആവണിപ്പാറ ഉന്നതിയിലെ അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മഴക്കാലമാകുമ്പോൾ അച്ചൻകോവിലാറിൽ വെള്ളം കൂടും, അത് അവരുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കും. ഇതൊക്കെ ജനപ്രതിനിധികൾ അറിയണം. വോട്ടുകാലമാകുമ്പോൾ വോട്ട് തേടി അവരുടെ അടുക്കലേക്ക് പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നവർ കൂടിയാകണം ജനപ്രതിനിധികൾ എന്ന കാര്യം അവിടുത്തെ MP, MLA, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇനി പൊതുജനം കഴുതയല്ല സാറിൽ ഒരു ഇടവേള. വെൽക്കം ബാക്ക് ടു പൊതുജനം കഴുതയല്ല സാർ. ആശാ സിംഗപ്പൂർ ചോദിക്കുന്നു, ഷിജോ കുര്യൻ പുതിയ റിപ്പോർട്ടർ ആണോ എന്ന്. നേരത്തെ ആവണിപ്പാറ ഉന്നതിയിലെ അവിടുത്തെ ജനങ്ങളുടെ ദുരിതം റിപ്പോർട്ട് ചെയ്തത് ഷിജോ കുര്യൻ ആയിരുന്നു. ഷിജോ കുര്യൻ 24ൽ പുതിയതാണ്, പക്ഷേ നേരത്തെ ന്യൂസ് 18, മീഡിയ 1 തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ 24ൻ്റെ പത്തനംതിട്ട റിപ്പോർട്ടറാണ് ഷിജോ കുര്യൻ. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ അപകടങ്ങളും പെരുകുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ തകരുന്ന സംഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ചതുപ്പ് പ്രദേശങ്ങളിൽ പില്ലറുകൾ സ്ഥാപിക്കാതെ തോടിനു കുറുകെ കലുങ്കു പണിത് അതിനു മുകളിലൂടെ വലിയ ഉയരത്തിൽ മണ്ണ് നിറച്ച് നിർമ്മിക്കുന്ന റോഡുകളാണ് ഇടിഞ്ഞു വീഴുന്നതിൽ അധികവും. അടുത്തിടെ കൊല്ലം മൈലക്കാട്ടുണ്ടായ അപകടവും മറ്റൊന്നല്ല. മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണതോടെയാണ് അപകടം പതിയിരിക്കുന്ന ജില്ലയിലെ മറ്റിടങ്ങളെക്കുറിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്നത് മേവറം ജംഗ്ഷൻ. ഓരോ മിനിറ്റിലും 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ചതുപ്പ് പ്രദേശമായ ഇവിടെ വലിയ ഉയരത്തിൽ മൺകൂനകൾ ഉയർത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് മേൽപ്പാലം പില്ലറിലുള്ളത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതി ഉയർത്തിയിട്ട് നാളുകൾ ഏറെയായി. ഈ റോഡിന് കുറുകെയാണ് പെരിങ്കുളം ഏലയിലേക്ക് പോകുന്ന തോട് കടന്നു പോകുന്നത്. മഴക്കാലത്ത് വെള്ളം കുതിച്ചെത്തുന്ന ഈ തോടിന് മുകളിൽ കലുങ്ക് നിർമ്മിച്ച് അതിന് മുകളിൽ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മേൽപ്പാലത്തിൽ നിന്ന് 50 മീറ്ററോളം മാത്രം മാറിയാണ് ഈ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പാലത്തിന്റെ നീളം കുറച്ച് കൂട്ടിയിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു.
പറക്കുളത്തും സമാനമായ സ്ഥിതിയാണുള്ളത്. ഇവിടെയും കലുങ്ക് നിർമ്മിച്ച് അതിനു മുകളിൽ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഉയരപ്പാതയിൽ പലയിടങ്ങളിലായി വിള്ളൽ വീണിരുന്നു. കോട്ടയത്തെ സംബന്ധിച്ച് വയലുകളും നമ്മുടെ ചതുപ്പ് നിലങ്ങളുമാണ് ആ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളടുത്തെല്ലാം അഭിപ്രായം ചോദിച്ച് ഇവിടുള്ള ഇപ്പം ഈ കരാർ കമ്പനിക്കാർ അത് വേണ്ട രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മഴ പെയ്യുമ്പോൾ ആറി പാനലുകൾക്കിടയിലൂടെ മണ്ണിറങ്ങുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലത്ത് അപകട സാധ്യത കൂടിയ മറ്റൊരിടമാണ് കടവൂർ. അഷ്ടമുടിക്കായലിന്റെ ഈർപ്പവും ചതുപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തും മൺകൂന ഉയർത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് സംയുക്ത സമിതിയുടെയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചതുപ്പും പാടവും നിറഞ്ഞ ഈ ഭാഗത്തും ഉയരപ്പാതയാണ് നിലവിലുള്ളത്. മൈലക്കാട് അപകടത്തിന് കാരണമായതും മണ്ണിനുറപ്പില്ലാത്തതും കലുങ്ക് തകർന്നതുമായിരുന്നു. ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയ പാടങ്ങളോ ചതുപ്പുകളോ ആയ മേഖലകളെല്ലാം വിശദമായ പരിശോധന നടത്തണമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. കുട്ടിയത്ത് നടന്നതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ പഠനം നടത്താതെ ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത്. കാരണം അവിടെ ചതുപ്പ് പ്രദേശമാണ്. അപ്പോൾ അന്ന് തന്നെ ഇത് നടന്നപ്പോൾ സ്കൂൾ ബസ്സും കുട്ടികളുമായിട്ട് വന്നിരുന്നു. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. നമ്മൾ എല്ലാവരും ഇതിൽ യാത്ര ചെയ്യേണ്ടതാണ്, നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകേണ്ടതാണ്. ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ടിലും ആർച്ച് രൂപത്തിലുള്ള കോൺക്രീറ്റ് നിർമ്മാണത്തിന് മുകളിലൂടെ റോഡും പാലവും പണിയുന്ന രീതിയാണ് വയഡക്റ്റ്. ഈ രീതി മറ്റിടങ്ങളിലും ഉണ്ടാകണമെന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുന്നത്. അതേസമയം പില്ലറുകൾ ഉപയോഗിച്ച് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. യാത്ര ചെയ്യാൻ നല്ല റോഡുകൾ വേണം. അത്തരം ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ദേശീയപാത നിർമ്മാണം അപകടരഹിതമാക്കേണ്ടതും ഇതേ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് മുൻകൂർ ജാമ്യം രണ്ടാമത്തെ പീഡന കേസിൽ അനുവദിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ആ ഉത്തരവിൻ്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ സംശയമുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെയെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. പരാതി ഉന്നയിക്കുന്നതിലും കേസെടുക്കുന്നതിലും താമസം നേരിട്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, പറയൂ. ഷഫീദ് റാവുത്തർ, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ഉത്തരവിൽ പറയുന്ന വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ കോടതി ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഒരു ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെ എന്ന് പറയുമ്പോൾ പോലും പരാതിയിൽ സംശയമുണ്ടെന്നാണ് കോടതി പറയുന്നത്. അത് പലവിധ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പരാതിയിൽ സംശയമുണ്ടെന്നുള്ള കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം. പരാതി ഉന്നയിക്കുന്നതിലും കേസെടുക്കുന്നതിലും താമസം നേരിട്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. പരാതി നൽകാൻ താമസിച്ചതിന് പല കാരണങ്ങൾ പരാതിക്കാരി മൊഴിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരു സംശയത്തിന്റെ ആനുകൂല്യം എന്ന രീതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം നൽകുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നുള്ള നിരീക്ഷണം കോടതി നടത്തുന്നുണ്ട്. അതേസമയം ഈ ആദ്യ പരാതി പോലീസിനല്ലെന്നും KPCC പ്രസിഡന്റാണ് നൽകിയതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അതും ഒരു തരത്തിൽ ഈ പരാതിയിലെ സംശയമടക്കമുള്ള കാര്യങ്ങൾ കൂട്ടുന്നുവെന്നും കോടതി പറയുന്നുണ്ട്. കാലതാമസത്തിന്റെ കാര്യത്തിലാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാരണത്താൽ ആന്റിസിപ്പേറ്ററി തടയാനാവില്ല എന്നുള്ള നിരീക്ഷണം കൂടി കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അതേസമയം കർശന ഉപാധി അത് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 50,000 രൂപ ആൾജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് നിലവിൽ പറയുന്ന ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ആകട്ടെ എല്ലാ തിങ്കളാഴ്ചകളിലും, അതായത് 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ 2 തവണ എന്ന രീതിയിൽ എല്ലാ തിങ്കളാഴ്ചകളിലും 10 മണിക്കും 11 മണിക്കും അന്വേഷണ സംഘത്തിന് മുൻപിൽ 10 മണിക്കോ 11 മണിക്കോ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം. മാത്രവുമല്ല അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന ഏത് സമയത്തും അന്വേഷണവുമായി സഹകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. ഇക്കാലയളവിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒഫൻസുകളിൽ പെടരുത്. കൂടാതെ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളടക്കം സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകരുതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാമ്യ ഉപാധിയായി നിലവിൽ ഈ ഉത്തരവിൽ പറയുന്നത്. അതേസമയം ഈ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ദിലീപ് കുമാർ.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID യിലും നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി 24-ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ.